ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ബ്ലൗസിൽ നിന്ന് അളവെടുക്കുന്നത് നമ്മൾ കാണിച്ചു വന്നിരുന്നു. അപ്പോൾ ആ ഒരു ബ്ലൗസ് അളവെടുത്തിട്ടുള്ള ആ ഒരു അളവിലുള്ള ഒരു ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി 1 മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസിൽ നിന്നാണ് നിങ്ങൾക്ക് അളവെടുക്കുന്നത് കാണിച്ചു വന്നിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൗസ് നമുക്ക് വരുന്നത് ഫ്രണ്ട് ഓപ്പൺ വരുന്ന ബ്ലൗസാണ്. എന്നാൽ നമുക്ക് കട്ട് ചെയ്യുന്നത് നമുക്ക് ബാക്ക് ഓപ്പൺ ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത്. ഈ അളവ് വെച്ച് നമുക്ക് ബാക്ക് ഓപ്പൺ, അതായത് നമുക്ക് നോർമൽ ബ്ലൗസിൽ നിന്ന് അളവെടുത്തുകൊണ്ട് ഒരു ബാക്ക് ഓപ്പൺ ബ്ലൗസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തുണിയെ ഇതുപോലെ നേരെ തിരിച്ച് ഇതുപോലെ, അതായത് നമ്മുടെ കരവശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഈ ഒരു ഭാഗം ഒന്ന് നേരെ ലൈൻ കൊടുത്ത് നമുക്കത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതുപോലെ നമുക്ക് കരവശവും നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു. ഇത് നമുക്ക് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ഈ ഒരു 4 ഇഞ്ച്. ഇനി നമുക്ക് ബ്ലൗസിന്റെ ഇറക്കം വന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 15 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെയും 15 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ലൈൻ കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിന്റെ ഷോൾഡർ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? അതായത് നമുക്ക് ബ്ലൗസിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു ബ്ലൗസിൽ നിന്ന് അളവെടുക്കുന്ന സമയത്ത് നമ്മൾ ഷോൾഡറിൻ്റെ അളവ് നമ്മൾ എടുത്തിരുന്നില്ല. നമ്മളിവിടെ ഈ ഒരു ബ്ലൗസിൻ്റെ ചെസ്റ്റ് അളവിനനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ കണക്കാക്കുന്നത്. അതായത് നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ടോട്ടൽ റൗണ്ട് അളവ്, ചെസ്റ്റ് അളവ് നമുക്ക് വന്നത് 36.5 ഇഞ്ചാണ് നമുക്കിവിടെ ടോട്ടൽ റൗണ്ട് അളവായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിനെ നമ്മൾ ഇതുപോലെയൊക്കെ വെച്ച് നമ്മൾ ഷോൾഡറിൻ്റെ അളവുകളൊക്കെ കണക്കാക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് കിട്ടില്ല. കാരണം നമ്മൾ ഇവിടെ ഇതുപോലെ വെച്ച് ഒന്ന് ചെക്ക് ചെയ്താൽ കിട്ടുന്ന അളവായിരിക്കില്ല. ചിലപ്പോൾ നമ്മുടെ കട്ടിങ്ങിൽ വരുന്ന ആ ഒരു ഷേപ്പിനനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരും ഇതുപോലെ ഷോൾഡറിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കറക്റ്റ് എടുക്കാൻ കഴിയില്ല. നമുക്കവിടെ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ചെസ്റ്റ് അളവില്ലേ, ഈ ഒരു ചെസ്റ്റ് അളവിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു കണക്ക് നമ്മൾ കണ്ടെത്തുന്നത്. അതായത് നമുക്കിവിടെ ടോട്ടൽ റൗണ്ട് അളവ് നമുക്കിവിടെ കിട്ടിയിരുന്നത് 36.5 ഇഞ്ചായിരുന്നു കിട്ടിയത്. അപ്പോൾ ഈ ഒരു 36.5 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ബോഡി മെഷർമെൻറ്റിലേക്ക് മാറ്റിയെടുക്കാം. അതായത് നമുക്ക് 36.5 ഇഞ്ച് ചെസ്റ്റ് ബ്ലൗസിൽ നിന്ന് നമുക്ക് ടോട്ടൽ റൗണ്ട് അളവായിട്ട് കിട്ടി. അതിൽ നിന്ന് നമ്മൾ 4 ഇഞ്ച് കുറക്കുക, നമുക്ക് 32.5 ഇഞ്ച് കിട്ടും. ഈ ഒരു 32.5 ഇഞ്ചായിരിക്കും ആളുടെ ഈ ഒരു ബ്ലൗസിന്റെ ആളുടെ ബോഡിയിൽ നിന്ന് എടുത്താൽ കിട്ടുന്ന അളവ്, ചെസ്റ്റ് അളവ് നമുക്ക് 32.5 ഇഞ്ചായിരിക്കും. അപ്പോൾ ഈ ഒരു 32.5യുടെ 6ൽ ഒരു ഭാഗം നമ്മളിവിടെ 5.25 ഇഞ്ച് നമ്മളിവിടെ ഷോൾഡർ കൊടുക്കുന്നു. ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു 5.25 ഇഞ്ച്. നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷമാണ് നമ്മളത് മാർക്ക് ചെയ്തത്. ഇനി നമുക്കിവിടെ നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യണം. അത് നമുക്ക് ബ്ലൗസിൽ നിന്ന് കിട്ടിയ അളവ് 36.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 9 ഒരു പോയിന്റും ഇവിടെ നിന്ന് ഈ ഒരു 4 ഇഞ്ച് വിട്ടതിന് ശേഷം 9 പോയിന്റ് മാർക്ക് ചെയ്യുന്നു. 1.25 ഇഞ്ച് തയ്യൽ തുമ്പും നമുക്ക് ബ്ലൗസിന് അളവെടുത്തപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇടുപ്പളവ് വന്ന് 27.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ 4 ഭാഗം 6.25 ഒരു പോയിന്റും ഇനി ബാക്ക് ഡാർട്സ് അടിക്കാൻ വേണ്ടി ഒരു 3/4, അങ്ങനെ 6.25 പോയിന്റും പ്ലസ് 3/4 ഇഞ്ചും കൂടി 7.5 ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. 1.25 ഇഞ്ച് തയ്യൽ തുമ്പും. അതുപോലെ തന്നെ ആ 7.5 പോയിന്റ് മാർക്ക് ചെയ്യുന്നത് 4 ഇഞ്ച് ആ തീരെ തയ്ക്കാനുള്ള തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷമാണ് നമ്മളത് മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ കൈക്കുഴിയുടെ ഇറക്കത്തിന് നേർ പകുതി മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ ആം ഹോൾ നമ്മളൊന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു. അതായത് നമുക്ക് ഈ ഒരു ആം ഹോൾ റൗണ്ട് അളവ് നമുക്ക് കിട്ടേണ്ടത് 7 ഇഞ്ചും ഒരു പോയിന്റുമാണ് കിട്ടേണ്ടത്. അതായത് നമുക്കത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കണക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് 7 ഇഞ്ചും ഒരു പോയിന്റും നമുക്കിവിടെ റൗണ്ട് അളവായിട്ട് കിട്ടണം. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഒരു 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പ് വിടുക. അതായത് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി പിടിച്ചാൽ നമുക്കിവിടെ ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ ആ ഒരു മാർക്കിംഗ് ഇല്ലേ, ആ മാർക്കിംഗ് നമുക്ക് കറക്റ്റ് 7 പോയിന്റ് നമുക്ക് കിട്ടണം. കേട്ടോ, ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിന്റെ വൈഡ് മാർക്ക് ചെയ്യാം. അതായത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ 12 ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് കുറച്ച് നമ്മളിവിടെ 2 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്കിംഗ് കൊടുക്കുന്നു. 2 ഇഞ്ച്. അതുപോലെ തന്നെ നമുക്കിവിടെ മുകളിൽ നിന്ന് 1/2 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തതിനു ശേഷം ബാക്ക് നെക്കിന്റെ ഇറക്കം നമുക്ക് 8.5 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്നൊരു 4 ഇഞ്ച് കുറച്ച് 8.25 മാർക്ക് ചെയ്യുക. നമ്മൾ മുകളിൽ നമ്മൾ 2 ഇഞ്ചാണ് കൊടുത്തത്, ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് കൊടുക്കുന്നു. അതായത് 4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷമാണ് നമ്മൾ ആ ഒരു അളവ് പറഞ്ഞു തരുന്നത്.
എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കും. റൗണ്ട് ചെയ്ത് കൊടുക്കും. ഇനി നമുക്കിവിടെ ഈ ഒരു ഡീപ്പ് നെക്കാണ്, അതായത് 8.5 ഇഞ്ചാണ് നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത്. അതുകൊണ്ട് തന്നെ 1/2 ഇഞ്ച് ഷോൾഡർ കുറച്ച് കൊടുത്ത് ഈ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലൊരു ലൈൻ കൊടുക്കും. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് നമ്മളൊന്ന് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ നെക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെയാണ് ബാക്ക് ഡാർട്സ് വരുന്നത്. ഈ ഒരു മാർക്കിൽ നിന്ന് 3.5 ഇഞ്ചാണ് ഡാർട്സിലേക്കുള്ള അകലം. അതുപോലെ തന്നെ 4 ഇഞ്ചാണ് ഡാർട്സിൻ്റെ നീളവും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെ നിന്ന് താഴോട്ടേക്ക് കണ്ടു. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് കട്ടിങ്ങിൻ്റെ കഴിഞ്ഞു. ഇനി നമുക്ക് പലരും ചോദിക്കാറുണ്ട്, ഈ ഒരു കോണിൽ നിന്ന് എത്ര ഇഞ്ചാണ് ഇവിടെ ഷേപ്പിന് വേണ്ടി വന്നിരിക്കുന്നത്. നമുക്കിവിടെ ഈ ഒരു ഷേപ്പ് നമുക്കിവിടെ ഈ ഒരു കോണിൽ നിന്നുള്ള അളവ് വന്നിരിക്കുന്നത് 1.5 ഇഞ്ചാണ് നമുക്കിവിടെ ഷേപ്പ് വന്നിരിക്കുന്നത്. കണ്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട്. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ, അതായത് നമ്മുടെ ഫോൾഡിങ് വരുന്ന ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് പരമാവധി മുകളിലോട്ട് ബാക്ക് പാർട്ടിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ. കറക്റ്റ് ഇതുപോലെ പരമാവധി മുകളിലോട്ട് വെച്ച് കൊടുത്താൽ നമുക്ക് സ്ലീവിൻ്റെ തുണി നമുക്ക് എക്സ്ട്രാ കൂടുതൽ കിട്ടും, താഴോട്ടേക്ക് കണ്ടോ കിട്ടും. അപ്പോൾ അതിനുവേണ്ടി പരമാവധി മുകളിലോട്ട് വെച്ച് കൊടുക്കുക. ഇവിടെ നമുക്ക് ആ ഒരു 1/4 ഇഞ്ച് കണ്ടോ, അതായത് നമ്മുടെ ബാക്കിൽ ഹൂക്ക് തയ്ക്കാൻ വേണ്ടി, ഹൂക്കിൻ്റെ തീര തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടി ആ ഒരു 1/4 ഇഞ്ച് നമ്മളിവിടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ 2 ഇഞ്ചാണ് കൊടുത്തത്. ആ ഒരു 2 ഇഞ്ച് ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. അപ്പോൾ മുകളിൽ നിന്നൊരു 1/4 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് അതിനുശേഷം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5.25 അതിൽ നിന്നൊരു 1/4 ഇഞ്ച് കുറച്ച് 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 1/4 ഇഞ്ച് ഇറക്കം കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. അത് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുന്ന സമയത്തേക്ക് നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ ഒരു 1.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു, ഇവിടെയും 1.5 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇതുപോലൊരു ലൈൻ കൊടുക്കും. ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇവിടെ ഒരു 3/4 ഇഞ്ച് നമ്മളിവിടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡാർട്സ് തയ്ക്കാൻ വേണ്ടി. ആ ഒരു 3/4 ഇഞ്ച് ഇവിടെ കുറച്ച് മാർക്ക് ചെയ്യുന്നു കണ്ടോ. എന്നിട്ട് നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് ബ്ലൗസിൽ നിന്ന് കിട്ടിയത് 2.25 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ആ ഒരു 2.25 ഇഞ്ച്, അതായത് നമ്മൾ ആ ഒരു 3/4 ഇഞ്ച് കുറച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് 2.25 മാർക്ക് ചെയ്യുന്നു കണ്ടോ. ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് 2.25 മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്കൊരു ലൈൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഒരു മാർക്കിങ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കട്ടിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് കണ്ടോ നല്ലവണ്ണം ഒന്ന് പുറത്തേക്ക് ഷേപ്പ് വരുന്ന രീതിയിൽ കണ്ടോ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ, ബാക്ക് പാർട്ടിൻ്റെ ആം ഹോൾ എങ്ങനെയാണോ ആ ഒരു ഷേപ്പ് കട്ട് അതേ രീതിയിൽ തന്നെ ഫ്രണ്ട് ആം ഹോളും കറക്റ്റ് ആദ്യം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടേക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് സ്ലീവിന് തുണി കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ മുഴുവനായും കട്ട് ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ ബാൻഡിൻ്റെ അളവ് കൂടി മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്ക് വരെയാണ് കട്ട് ചെയ്തെടുക്കാറ്. ഇപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടുന്ന് ബാക്ക് പീസ് എടുത്ത് മാറ്റുന്നു. ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. അപ്പോൾ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് മുകളിൽ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് 9.25 ഇഞ്ച് കണ്ടോ. ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് 9.25 മാർക്ക് ചെയ്യുക. മെയിൻ ടെക്കിൻ്റെ ഇറക്കത്തിന് വേണ്ടി 9.25. ഇനി രണ്ട് ഭാഗത്തുള്ള മെയിൻ ടെക്കുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മൾ ഇവിടെ കൊടുക്കുന്നത് 3.25 ഇഞ്ചാണ്. അതായത് ചെസ്റ്റ് അളവിൻ്റെ 10ൽ1 ഭാഗം കണ്ടോ. ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇവിടെയും അതേ അളവ് മാർക്ക് ചെയ്ത് നേരെ കുത്തനൊരു ലൈൻ കൊടുക്കുക. ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തു. ആ ഒരു മാർക്കിൽ നിന്ന് അണ്ടർ ബ്രസ്റ്റ്, അതായത് മെയിൻ ടെക്കിൻ്റെ നീളം നമുക്ക് ബ്ലൗസിൽ നിന്ന് വന്ന് 2.25 അതിനുശേഷം എത്ര ഇഞ്ചാണോ ബാൻഡിൻ്റെ അളവിലേക്കുള്ളത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി ഇതുപോലെ രണ്ട് ഭാഗത്തേക്കും മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിലൊന്ന് മാർക്ക് ചെയ്ത്
നമുക്ക് ഈ ഒരു ബാൻഡ് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മളുണ്ടോ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഇത് കട്ട് ചെയ്തു. ഇനി നമുക്ക് ബാൻഡിൽ നമുക്ക് ഇടുപ്പളവ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇടുപ്പളവ് നമുക്ക് വരുന്നത് 27.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു 4 ഭാഗം 6.25 ഒരു പോയിന്റും ഇവിടെ നമ്മൾ കറക്റ്റ് വെച്ച് നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ 1.25 ഇഞ്ച് തയ്യൽ തുമ്പും. എന്നിട്ട് നമുക്ക് മുകളിലേക്ക് അല്പം ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരക്കുക. കാരണം നമുക്ക് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണ്, അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നമുക്ക് വേറെ അളവുകളൊന്നും മാർക്ക് ചെയ്യേണ്ട. കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മളിവിടെ ഇതുപോലെ മാർക്ക്. ഇനി നമുക്കിവിടെ ഫ്രണ്ട് ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരച്ച് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാൻഡ് ഈ ഒരു രീതിയിലാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡാർട്സ് മാർക്ക് ചെയ്യണം. നമുക്ക് 2.25 ടോട്ടൽ നമ്മൾ ഡാർട്സ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ നേർപകുതി 1.25 ഒരു പോയിന്റും വീതം നമ്മളിവിടെ സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നൊരു 3/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. അതുപോലെ ഇവിടെയും 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഇതുപോലെ കണ്ടോ ഈ ഒരു മാർക്കിലേക്ക് നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരച്ചെടുക്കും. കണ്ടോ അപ്പോൾ നമ്മളിവിടെയും കണ്ടോ ഈ ഒരു രീതിയിൽ വരച്ചെടുക്കും, കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ മാർക്കിംഗ് കൊടുത്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്ക് മെയിൻ ടെക്കിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ രണ്ടാമത്തെ ടെക്കും നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് മുകളിൽ നിന്ന് 1 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ഇവിടെ നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി കണ്ടോ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു 1/2 ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്യുന്നു. കേട്ടോ മുകളിൽ നിന്ന് 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കട്ടിങ് തുടങ്ങുന്നത്. 1 ഇഞ്ച് നമുക്കവിടെ ആ ഒരു മാർക്കിംഗ് വിട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഷേപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം നമ്മളിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ടക്ക് മാർക്ക് ചെയ്യണം. നമ്മുടെ തോൾ വശത്ത് വരുന്ന ടക്കാണ്. അപ്പോൾ നമുക്കിവിടെ മൂന്നാമത്തെ ടക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നു. തോൾ വശത്ത് വരുന്ന ടക്ക്. അപ്പോൾ നമ്മളിവിടെ 3 ടക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ് കണ്ടോ. അപ്പോൾ നമ്മുടെ 3 ടക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ട് ഈ ഒരു രീതിയിൽ കിട്ടും കണ്ടോ. നമ്മുടെ നെക്ക് കണ്ടോ വന്ന് നിൽക്കുന്നത് കണ്ടോ കറക്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പിൽ വന്ന് ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തുണിയെ നേരെ തിരിച്ച് ഇതുപോലെ വെച്ച് വീണ്ടും പകുതിയായി ഇതുപോലെ മടക്കി നമുക്ക് ഇവിടെ താഴെ ഒരു ലൈൻ കൊടുത്ത് നമുക്ക് ഈ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. തുണിയുടെ ക്രോസ് ഉള്ളത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ലൈനിങ് ബ്ലൗസാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കൈയുടെ താവുവശം ഇവിടെ ലൈനിങ്ങും അതുപോലെ തന്നെ ബ്ലൗസ് പീസും കൂട്ടി തയ്ക്കാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് ഇവിടെ കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ലെങ്ത് കൈയുടെ ലെങ്ത് 11 ഇഞ്ച് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 11.5 മാർക്ക് ചെയ്യുന്നു കണ്ടോ. ഈ ഒരു മാർക്കിൽ നിന്നാണ് 11.5 ഇഞ്ച് ഈ ഒരു മാർക്കിൽ നിന്നാണ് മാർക്ക് ചെയ്യുന്നത് 11.5. ആ ഒരു 1/2 ഇഞ്ച് വരുന്നത് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ്. ഇനി നമുക്കിവിടെ ഇതുപോലെ ഒന്ന് ലൈൻ കൊടുത്തതിന് ശേഷം കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും. അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10 ഭാഗം 3.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ലൈൻ കൊടുക്കും. ഇനി നമുക്ക് കൈയുടെ തോൾ വശത്ത് വരുന്ന ലൂസ് അത് നമുക്ക് വരുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4 ഭാഗത്ത് 1 ഇഞ്ച് കുറച്ചിട്ട് നമ്മളിവിടെ 7 ഒരു പോയിന്റുമാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 32.5 അതിൻ്റെ 4 ഭാഗം 8 ഒരു പോയിന്റും അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചാൽ 7 പോയിന്റും. ഈ ഒരു 7 പോയിന്റാണ് നമ്മൾ ആം ഹോളിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണിച്ചു വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അളവ് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇവിടെ വെച്ചിട്ടുള്ള 7 ഒരു പോയിന്റ്. ഇനി നമുക്ക് റൗണ്ട് അളവ് കൈയുടെ റൗണ്ട് അളവ് 10.5 ഇഞ്ച് നേർപകുതി 5.25 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഉള്ളിലേക്ക് അല്പം ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് സാധാരണ നമുക്ക് അളവ് ബ്ലൗസ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ചതിന് ശേഷം നമുക്കിവിടെ സ്ലീവ് വെച്ച് നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സൈഡ് വശത്തുള്ള ആ ഒരു മാർക്കിങ്ങിൽ കൂടി തന്നെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു മാർക്കിലേക്ക്. അപ്പോൾ നമുക്കിത് 7 ഒരു പോയിന്റ് മാർക്ക് ചെയ്തതാണ്. ഇതേ അളവാണ് നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ടിൽ കാണിച്ചു തന്നത്. കാരണം നമ്മൾ അളവ് ബ്ലൗസിൽ നിന്ന് നമ്മൾ ആം ഹോൾ റൗണ്ട് അളവ് നമ്മൾ കാണിച്ചു തന്നിട്ടില്ല, ചെക്ക് ചെയ്തിട്ടുമില്ല. അപ്പോൾ നമുക്കത് ബോഡിയിൽ നിന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ ഈ 2 അളവ് നമുക്ക് കറക്റ്റ് ആകുമോ എന്ന് നോക്കാം. അപ്പോൾ മുകളിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു. ഇത് ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് ആണ്.
ഇനി നമുക്ക് ഈ ഒരു 1/2 ഇഞ്ചിനെ ഷോൾഡറിന്റെ തയ്യൽ തുമ്പിനെ ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം സ്ലീവിന്റെ മാർക്കിൽ കൂടി ഇതുപോലെ ആം ഹോൾ ഇതുപോലെ പിടിച്ചാൽ ചെസ്റ്റ് അളവിന്റെ മാർക്കിങ്ങും നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു മാർക്കിംഗ് കണ്ടോ കറക്റ്റായി കിട്ടുന്നത് കണ്ടോ, ഇതുപോലെ കിട്ടണം. ഇങ്ങനെ കിട്ടിയെങ്കിൽ മാത്രമേ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാവരും കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ആം ഹോളും കട്ട് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ നമ്മളൊന്ന് നിവർത്തി വെക്കും. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇവിടെ നിന്ന് 1 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു മാർക്കിൽ നിന്നും 1 ഇഞ്ച്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി കൈയുടെ ഫ്രണ്ട് ഭാഗം കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമുക്ക് ഇവിടെ ആ ഒരു കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൗസ് കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.